കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരിയെ ഇടിച്ച വാഹനത്തിന്റെ ഡ്രൈവർ പിടിയിൽ. പുറമേരി സ്വദേശി ഷജീൽ കോയമ്പത്തൂർ വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗത്തിന്റെ കസ്റ്റഡിയിലായി. ഫെബ്രുവരി 17-ന് രാത്രിയിലാണ് ദേശീയപാതയിൽ വെച്ച് കാർ 9-കാരി ദൃഷാനയുടെയും മുത്തശ്ശി ബേബിയുടെയും ദേഹത്തേക്ക് പാഞ്ഞു കയറിയത്. രാഹുൽ കെ വി ഇതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, എങ്ങനെയായിരുന്നു അറസ്റ്റ് ഉണ്ടായത്? വിശദാംശങ്ങൾ എന്താണ് രാഹുൽ? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 17-ന് രാത്രിയിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഒരു വർഷമാകാൻ പോകുമ്പോഴാണ് പ്രതി പിടിയിലാകുന്നത്. പുറമേരി സ്വദേശിയായ ഷജീൽ യുഎയിലായിരുന്നു. അവിടെ നിന്ന് കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ സമയത്താണ് എമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് സർക്കുലർ പോലീസ് നേരത്തെ തന്നെ പുറപ്പെടുവിച്ചതാണ്. അതായത് കഴിഞ്ഞ വർഷം രാത്രിയിൽ അപകടം സംഭവിക്കുന്നു. തൊട്ടു പിന്നാലെ ഇയാൾ യുഎയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. 9 മാസത്തിന് ശേഷമാണ് ഈ വാഹനം തിരിച്ചറിയാനും അതുപോലെ വാഹനം ഓടിച്ചയാളെ തിരിച്ചറിയാനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നത്. ഇത് വലിയ വിമർശനത്തിനൊക്കെ കാരണമായിരുന്നു. പ്രത്യേകിച്ച് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന സമയമായതുകൊണ്ട് CCTV ദൃശ്യങ്ങൾ ഒന്നും തന്നെ ലഭ്യമായില്ല. ലഭിച്ചതിൽ കാറിൻ്റെ നമ്പർ വ്യക്തമായില്ല എന്നാണ് അന്വേഷണ സംഘം പറഞ്ഞിരുന്നത്. അങ്ങനെ 19,000-ഓളം വാഹനങ്ങൾ പരിശോധിച്ചതിനൊക്കെ ഒടുവിൽ 9 മാസത്തിന് ശേഷം വാഹനം തിരിച്ചറിഞ്ഞു. അതിനുശേഷമാണ് ഇയാൾ യുഎയിലാണെന്ന് മനസ്സിലാവുകയും ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ഏതായാലും വടകരയിൽ നിന്നുള്ള സംഘത്തിന് ഈ പ്രതിയെ കൈമാറും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്യുക. 2 കേസുകളാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് അപകട മരണമാണ്. കുട്ടിയുടെ ദൃഷാനയുടെ മുത്തശ്ശി ബേബി അപകടത്തിൽ മരിച്ചിരുന്നു. ദൃഷാന അന്ന് മുതൽ ഇന്ന് വരെ തളർന്നു കിടക്കുകയാണ്. കുറച്ചാഴ്ചകൾക്ക് മുൻപ് മാത്രമാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ആയത്. കുട്ടി പക്ഷേ തളർന്ന കിടപ്പിൽ തന്നെയാണ്. അങ്ങനെ ഈ അപകട മരണം, അതുപോലെ അപകടം ഉണ്ടായതിന് പിന്നാലെ ഷജീൽ ഇതൊരു മതിലിടിച്ചാണ് അപകടം ഉണ്ടായതെന്ന് കാട്ടിക്കൊണ്ട് ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കുകയും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി ഇൻഷുറൻസ് ക്ലെയിം ചെയ്തതിനുള്ള മറ്റൊരു കേസ് കൂടിയാണ്. അപകടമുണ്ടായ സംഭവത്തിൽ ഏതായാലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ ഇൻഷുറൻസ് തട്ടിയതിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളല്ല ചുമത്തിയിട്ടുള്ളതെന്നാണ് പോലീസ് ഏതായാലും വ്യക്തമാക്കുന്നത്. അങ്ങനെ 1 വർഷമാകാനിരിക്കെയാണ് പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. വടകരയിൽ നിന്നുള്ള പോലീസ് കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ബാക്കി നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുക. ശരി രാഹുൽ കെ വിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ആ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. 11 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത്.